വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെജിറ്റബിൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. വെജിറ്റബിൾസ് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികളാണ് ഇന്നത്തെ ഒരു ജനറേഷൻ. പൊതുവെ ചിക്കനോടോ അല്ലെങ്കിൽ മുട്ടയോടോ ഒക്കെ ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി കുട്ടികൾ കഴിക്കുന്ന രീതിയിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവുന്ന പക്കോടയായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ബജ്ജി എന്ന് പറയാം. അപ്പൊ നമ്മൾ ഉള്ളി ബജ്ജി അല്ലെങ്കിൽ ഉള്ളിവട എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കടലമാവൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ആണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. വെജിറ്റബിൾസ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. വെജിറ്റബിൾസ് ആണെന്ന് അറിയില്ല, അതാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഈ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ മിക്സഡ് പക്കോടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നു. ഇതിലിപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ബേസ് ആയിട്ട് എടുത്തിട്ട് ഉരുളക്കിഴങ്ങും സവാളയുടെയും കൂടെ നമുക്ക് ബീട്രൂട്ടോ കോളിഫ്ലവറോ ഏതൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത് ആ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ചീര ചേർക്കണമെങ്കിൽ ചീര ചേർക്കാം, ചുവന്ന ചീര ചേർക്കാം, പച്ച ചീര ചേർക്കാം, കറിവേപ്പില ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബേസായിട്ട് നമ്മൾ പക്കോട ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും എടുക്കുക, അത് മാത്രമേ ഇതിൽ പ്രധാനപ്പെട്ടുള്ളൂ. പിന്നെ ഇഞ്ചി, പിന്നെ നിങ്ങൾക്ക് മുളക് പൊടി മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ പച്ചമുളകും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്തതല്ല, ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 ക്യാരറ്റ്, ഇതും ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചെയ്യാം. ഏതാണോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യാം. സവോള, ക്യാപ്സിക്കം, ഇത് രണ്ടും ചെറുതായിട്ട് മുറിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒരുപോലെ മുറിച്ചിട്ട് ചേർക്കാം, അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച്. പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും എന്ന് പേടിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി വരെ ചേർക്കാം, ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് പക്കോട ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ അയമോദകമാണ് എടുത്തിരിക്കുന്നത്. അയമോദകത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നല്ലത് പെരിഞ്ജീരകത്തേക്കാൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അയമോദകം ഇല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ ഗരം മസാലപ്പൊടി, കായം, പിന്നെ ഇത് സോഡ പൗഡറാണ്, നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പക്കോട ഇൻസൈഡ് സോഫ്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് ക്രിസ്പി ആയി വരാൻ, പുറം ഭാഗം കുറച്ചൊന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇതും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വേണം, ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് കട്ട് ചെയ്തും ഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കാം, അതിനുശേഷം മിക്സ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രം നിങ്ങൾ എടുക്കുമ്പോൾ അവസാനം ഗ്രേറ്റ് ചെയ്യുക, ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിപ്പോവും. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മാത്രം ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കേണ്ട ആവശ്യം വരുള്ളൂ. ഇല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്ക് പൊടികൾ കുഴച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് 10 മിനിറ്റ് വയ്ക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ സവാളയൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതിനി ഇവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം.
ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അയമോദകം, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എരിവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ മുളക് പൊടി. പിന്നെ അരിപ്പൊടി, ഇതിപ്പോൾ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടലമാവ് ചേർക്കാം. അപ്പോൾ കടലമാവ് ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ നനവും എല്ലാം കറക്റ്റായിട്ട് മിക്സായി വരണം എന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ കുഴയ്ക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് കടലമാവ് ചേർക്കാം. ഒരുമിച്ച് തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് കുഴച്ച് തുടങ്ങാം. നിങ്ങളിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം അടുത്ത് വെച്ചോളൂ. ആവശ്യമായി വരികയാണെങ്കിൽ ചേർക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന പച്ചക്കറികൾ, ഇപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അധികം വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ക്യാരറ്റും സവോളയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നതെങ്കിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കുന്ന അളവിൽ വ്യത്യാസം വരുത്തുക. ചില വെജിറ്റബിൾസ് ആകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഞാൻ വീണ്ടും പൊടി ചേർക്കാൻ പോവാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വെള്ളമായി പോവും. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കേണ്ട ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആവശ്യത്തിന് നനവുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കരുതെന്നുള്ളത് മാത്രമേ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ട് പിച്ചി ഇട്ടിട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ ഈ വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, ഇതിൻ്റെ ഇൻസൈഡ് കുക്കാവില്ല. അപ്പോൾ ഞാനിത് കറക്റ്റ് ബോൾ ഷേപ്പായിട്ടല്ല എണ്ണയിലേക്ക് ഇടുന്നത്, ഇതുപോലെ കുറച്ചായിട്ട് എടുത്തിടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ ഇത്രേ ഇടുന്നുള്ളൂ. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. പക്കോട ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇത് കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്സിക്കം ചേർത്തതിൻ്റെ ആ ഒരു ഗ്രീൻ കളറും പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ക്യാരറ്റിൻ്റെ കളറും എല്ലാം ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളി ബജിയൊക്കെ പോലെ തന്നെ പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേരുന്നു. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾ വെജിറ്റബിൾസൊക്കെ കഴിച്ചോളും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള പക്കോടയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് നമുക്ക് ബ്രൊക്കോളി ചേർക്കാം. അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചത് ചേർക്കാം. ചെറുപയറൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ചെറുപയർ മുളപ്പിച്ചതൊക്കെ ചേർത്തിട്ട് ഇതുപോലെ പക്കോടയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ ചെറുപയറിൻ്റെ ടേസ്റ്റൊക്കെ കയറി വരുമ്പോൾ അറിയാതെ തന്നെ കഴിച്ചോളും. അപ്പോൾ ഇത് നമ്മൾ ഉള്ളി ബജ്ജി ഉണ്ടാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഉള്ളി വട ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സമയമെടുക്കും ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്യാരറ്റ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ഉള്ളി പോലെ നമ്മൾ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടൊന്നല്ലല്ലോ ചെയ്യുന്നത്, ഉടനെ തന്നെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കായി വരണം. ഇതുകൊണ്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ കട്ട് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. പിന്നെ ഈ ഒരു പക്കോട തന്നെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൊട്ടറ്റോ ബജ്ജി ഉണ്ടാക്കില്ല, ഉരുളക്കിഴങ്ങ് ബജ്ജി, അത് നമ്മൾ ഉരുളക്കിഴങ്ങ് കടലമാവിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാണ്. അതുപോലെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു റെസിപ്പി പിന്നീട് ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അതിൽ ബീൻസും എല്ലാം ഉപയോഗിക്കാം നമുക്ക്. ഇതും ഒരു മിക്സഡ് വെജിറ്റബിൾ ബജ്ജിയെന്നോ മിക്സഡ് വെജിറ്റബിൾ പക്കോടയെന്നോ പറയാവുന്ന റെസിപ്പി തന്നെയാണ്. പക്ഷേ ഇതുപോലെ ആയിരിക്കില്ല അതിൻ്റെ ഷേപ്പും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇട്ടതൊക്കെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിനി ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയമാകുമ്പോൾ മാറ്റുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചൂട് മാറി വരുമ്പോൾ
കുറച്ചുകൂടി ഗോൾഡൻ ഷെയ്ഡായി വരും. പിന്നെ ഇതിൽ വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്തത് അയമോദകമാണ്. അയമോദകം ഗ്യാസിന് വളരെ നല്ലതാണ്. വയറുവേദന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഗ്യാസിൻ്റെ വയറുവേദനയൊക്കെ വരുമ്പോൾ അയമോദകത്തിൻ്റെ ഗുളികയാണ് കഴിക്കുന്നത്. മധുരമുള്ള ഗുളിക ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അയമോദകം ചേർത്തത്, പെരിഞ്ജീരകം ചേർക്കാതെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് 4-5 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് മാറ്റട്ടെ. മിക്സഡ് വെജ് പക്കോടാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് നിങ്ങൾ ഈ പക്കോട ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കളറായിരിക്കും. പിന്നെ ബീട്രൂട്ട് ചേർത്തിട്ടാണെങ്കിൽ കളർ വേറെ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പക്കോട കഴിക്കുമ്പോൾ അയമോദകത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പിയാണ്, വളരെ ചെറുതായിട്ട് ക്രിസ്പിയാണ്. അപ്പോൾ അധികം ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിയുടെ അളവ് വ്യത്യാസം വരുത്തും. കൂടുതൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്രിസ്പി ആവും. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അയമോദകത്തിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ നമുക്കറിയാൻ പറ്റുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കും. പിന്നെ ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ട്, അതൊക്കെ മൈൽഡായിട്ടുള്ള ടേസ്റ്റുള്ള ഗരം മസാലപ്പൊടിയുടെ. ക്യാപ്സിക്കമാണ് നമ്മൾ കുറച്ചുകൂടി കടിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് തോന്നുന്ന ഒരു വെജിറ്റബിൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പക്കോട ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കോടയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ഐക്കൺ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ആയത് അറിയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.